നമ്മളൊക്കെ സിനിമ കണ്ടു നടക്കുന്ന സമയത്തൊക്കെ പുള്ളിയുടെ ശങ്കർ സാറിനൊക്കെ വലിയ ആരാധകൻ എന്ന ജയൻ സാർ കഴിഞ്ഞാൽ ഇവിടെ കണ്ടിരിക്കുന്ന ആരാധകൻ എന്ന ശങ്കർ സാർ. അപ്പുറം ഒരുപാട് ഉണ്ടായിരിക്കാം, അവർക്ക് നമ്മൾ ആരാധിക്കണം. പക്ഷേ ശങ്കർ സാറിനെ ഇന്നും ഞങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനമാണ്. ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ശങ്കർ സാറിനെ ആ സിനിമയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ചെറുപൊരു ഡയലോഗ്, ഒരു സീൻ അത് കൊടുക്കുന്ന ഒരു ആഗ്രഹമാണ്. അത് സാധിച്ചു. ശങ്കർ സാറിനെ ഞാൻ വിളിച്ചു. ശങ്കർ സാറിന്റെ സബ്ജക്റ്റ് പറഞ്ഞു. സാറിനോട് ഇഷ്ടപ്പെട്ടു, ഡയലോഗ് പറഞ്ഞു. അപ്പം അതാണ് ഒരു ശിഷ്യ. സാറ് വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെ കൂട്ടായ്മ നമ്മൾ ഉണ്ടാവുന്നത്. ഒരുപാട് സന്തോഷം. എൻ്റെ പ്രൊഡ്യൂസർ സാഹിത്യ അച്ഛൻ ശശിമാനിയാണ്, അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ സതീഷ് ബാബു ജയിച്ചു, കൃഷിമൂത്ത് ശോഭൻ പുതുപ്പള്ളി, ജോസ് വരാപ്പുഴ, എൻ്റെ ക്യാമറാമാൻ ജോയ് നന്ദാവ്, നമ്മുടെ പ്രൊഡ്യൂസർ കുമാരി, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. വളരെ നന്ദി. അടുത്തായി എന്നോട് സംസാരിക്കുന്നത് നമ്മുടെ ചിത്രത്തിൻ്റെ ദൂരപ്പോട്ട് മിസ്സായ ഡോക്ടർ സതീഷ് ബാബു ആണ്. ഇദ്ദേഹം ആനച്ചന്തം എന്ന ചിത്രം തുടങ്ങി അതിൻ്റെ പ്രതി പ്രസിഡൻ്റായി, അതുപോലെ കൂട്ടുകാർ മാർത്തായി ബ്ലാക്ക് ബ്ലാക്കിലേക്ക് പ്രസിഡൻ്റായിട്ടുള്ള രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി അദ്ദേഹത്തെ ഇന്ന് ഏണി എന്ന സിനിമയുടെ പൂജാ ചടങ്ങിന് എത്തിയിട്ടുള്ള എല്ലാവർക്കും ആദ്യമായിട്ട് ഭയങ്കരമായി നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ അവതാരകൻ ഷിംസാർ പറഞ്ഞ പോലെ തന്നെ ആനച്ചന്തം എന്ന സിനിമയിലൂടെ പ്രൊജക്ട് ഡിസൈനറായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ചൊല്ലാനിക്കര ക്ഷേത്ര സന്നിധിയിൽ ഒരു പൂജാ ചടങ്ങ് നടക്കണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഏവർക്കും പ്രിയങ്കരയായിട്ടുള്ള രമ്യ മിഷൻ നമ്മുടെ അച്ഛൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം നിന്ന് നമുക്ക് ഏറെ സന്തോഷം പകരുന്നതാണ്. ശ്രീ കുമാരി രമ്യ നമ്പീഷിന്റെ ആ ഒരു ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയുടെ ഒരു തുടക്കം എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഒട്ടനവധി ചിത്രങ്ങൾ പ്രൊജക്ട് ഡിസൈനറായും തിരക്കഥാകൃത്തായും ഒക്കെ ചെയ്യാൻ സാധിച്ചു. നമുക്ക് ഏവർക്കും പ്രിയങ്കനായിട്ടുള്ള ശങ്കർ സാർ അഭിനയിച്ച സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ സാധിച്ചു. ഈ ഒരു ചെറിയ തുടക്കത്തിലൂടെയാണ് നമ്മുടെ ചിത്രങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ചെയ്തിട്ടുള്ള സിനിമയിൽ വളരെ ഭംഗിയായി തന്നെ ഇന്നലെ അവസാനിച്ചു. ആ ഒരു സെറ്റിൽ നിന്നാണ് ഞങ്ങൾ മുന്നോട്ട് എത്തിയിട്ടുള്ളത്. അപ്പൊ അതിലും നമ്മുടെ പ്രിയങ്കനായ ശങ്കർ സാർ നല്ലൊരു പ്രയാസം ചെയ്യുന്നുണ്ട്. ഏണി എന്ന ഈ ഒരു സിനിമ ഇന്ന് പൂജ, നാളെ ഷൂട്ടിംഗ്, 30 ദിവസത്തിനുള്ളിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കും. അതിന് മുമ്പ് കഴിയുന്നതാണ് പറയുന്നത്. 3 ദിവസം ചെറുപ്പശ്ശേരി ഹൈസ്കൂളും അതിനുശേഷം നിലമ്പൂർ ഭാഗത്തുമാണ് നമ്മുടെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സിനിമ ഇങ്ങനെ പൂജ പിറ്റേ ദിവസം ഷൂട്ടിംഗ് ഒരു പുതിയ അനുഭവമാണ്. എന്തായാലും ഇങ്ങനെയുള്ള ഈ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമാകാൻ സാധിച്ചതിന് ഏറെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഈ ഒരു ഏണി എന്ന സിനിമയിൽ എന്നോടൊപ്പം ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും, അതിൻ്റെ പിന്നണി പ്രവർത്തകർക്കും, ഇതിൻ്റെ ക്യാമറമാൻ നമുക്കറിയാം ഏറ്റവും സീനിയർ ആയിട്ടുള്ള ജോയ് ആന്റണി, അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ഏറെ ശ്രദ്ധേയമാണ്. ദാദാ സാഹിബ് മുതൽ 45ഓളം ചിത്രങ്ങൾ ആർട്ട് ഡയറക്ട് ചെയ്തിട്ടുള്ള വിഷ്ണു നെല്ലായി സാർ, അദ്ദേഹത്തിന്റെ ഈ ഒരു സംവിധാന മികവ് നമുക്ക് ഏണിയിലൂടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുമെന്ന് തർക്കമില്ല. എന്തായാലും ഒരിക്കൽ കൂടി ഈ പൂജാ ചടങ്ങിലുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നന്ദി. ഇനി നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ നിത്യഹരിത നായകൻ
ശങ്കർ സാർ. മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ തുടങ്ങി ഒരുതലൈ രാഗം എന്ന ചിത്രങ്ങളെല്ലാം പ്രേക്ഷകർക്ക് അറിയാവുന്നതായിരിക്കും. അദ്ദേഹം കടന്നു വന്ന വഴികളിലൂടെ എപ്പോഴും ഒരു പ്രചോദനമാണ്. പ്രത്യേകിച്ച് പുതുമുഖ നടന്മാർ, രംഗത്തേക്ക് കടന്നു വരുന്ന പുതുമുഖ നടന്മാർ അദ്ദേഹത്തിൻ്റെ വഴികൾ ഒന്ന് കണ്ടുപിടിക്കുന്നതാണ്. പുതുതായിട്ട് വരുന്നവർക്കൊരു പാഠമാണ്. കാര്യം ഒരു വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പുതുമുഖം എന്ന രീതിയിൽ വന്നപ്പം കൂടെ ആ 80കൾ കാലഘട്ടം മുതൽ ഇന്നും മലയാള സിനിമയ്ക്ക് ഒപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഫേമസ് ആയ ഒരുപാട് പ്രശസ്ത സംവിധായകർക്കൊപ്പം നട്ടപാടികൾ അവരുടെ കഥാപാത്രത്തെ രൂപീകരിക്കാൻ സാധിച്ചിരുന്ന നടനാണ്, സംവിധായകനാണ്, നിർമ്മാതാവാണ്. എല്ലാത്തിലും കൂടി നമ്മളുടെ സഹകരിക്കാൻ എന്ന ചിത്രത്തിലാണ് ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ഈ പൂജാ ചടങ്ങ് ധന്യമാക്കാൻ എത്തിയിരിക്കുകയാണ്. രണ്ട് വാക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് സംസാരിക്കുന്നത്. നമസ്കാരം. ആദ്യം തന്നെ ഏണി എന്ന് പറയുന്ന ഈ ചിത്രത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഏണി എന്ന് പറയുമ്പോൾ ലാഡർ, അപ്പോൾ ആ ലാഡർ കയറി ഇത് ഉയരങ്ങളിലേക്ക് പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ചിത്രം ഇതിൻ്റെ സതീഷിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. അദ്ദേഹം നിർമ്മിച്ച കൂട്ടുകാർ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ വളരെ ഹീറോ ആയിട്ട് അഭിനയിച്ചു. അതിനുശേഷം ഞങ്ങളുടെ ബന്ധം അങ്ങനെ ഇതിനകത്ത് ക്ലാക്ക് നസറിയെ തിരിഞ്ഞു നോക്കി എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെയാണ് വീണ്ടും ഞങ്ങൾ ഒന്നിച്ച് കാണുന്നത്. ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചു. അദ്ദേഹത്തോടെ ഉണ്ടായിരുന്ന ഫുൾ ടൈം ആ ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനറാണ്. ഇപ്പോൾ ഇതിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഈ സിനിമ ശരിക്കും പറഞ്ഞ വിഷ്ണു അല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിമാണ്. ഒരു കലാ സംവിധാനം ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും കലയായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു നല്ല സിനിമ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഉദാഹരണമാണ് രണ്ടുപേര്. IV ശശി, അദ്ദേഹം ആർട്ട് ഡയറക്ടറായിരുന്നു. അതുപോലെ തന്നെ ഭരതൻ ആർട്ട് ഡയറക്ടറായിരുന്നു. ഇതൊക്കെ ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് കാഴ്ചവെച്ചു. തീർച്ചയായിട്ടും ഈ സിനിമ സക്സസ്ഫുൾ ആവട്ടെ. അവിടുന്ന് തുടർന്ന് ഒരുപാട് സിനിമ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. പിന്നെ എല്ലാവർക്കും ഈ ചിത്രത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും ഒക്കെ അറിയിക്കുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. സാമിൻ്റെ ആദ്യത്തെ ചിത്രമാണ്. തീർച്ചയായിട്ടും സാം നല്ലൊരു തുടക്കമാവട്ടെ. ഇത്തരം പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ ഉണ്ടാവുള്ളൂ. അതറിയാലോ, ഈ അടുത്ത കാലത്ത് നടക്കുന്ന വിവാദങ്ങളൊക്കെ നോക്കിയാൽ സിനിമയ്ക്ക് കളക്ഷൻ ഇല്ല, അതില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. സിനിമ നല്ലതാണെങ്കിൽ സിനിമ ആരഭിനയിച്ചാലും തിയേറ്ററിൽ ആ സിനിമ ഓടും എന്ന് എൻ്റെ ഉദാഹരണം ഞാൻ തന്നെയാണ്. എൻ്റെ ആദ്യത്തെ 2 സിനിമയും ഞാൻ പുതുമുഖമായിരുന്നു. ആ സിനിമയിൽ ജോലി ചെയ്ത എല്ലാവരും പുതുമുഖമായിരുന്നു. ആ സിനിമയെല്ലാം വൻ സക്സസ് ഉള്ളത്. തീർച്ചയായിട്ടും അതുപോലെ ഒരു സക്സസ് ഈ ചിത്രത്തിന് ഉണ്ടാവട്ടെ. മറ്റ് പ്രൊഡ്യൂസേഴ്സ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ഒക്കെ അവിടെയുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഇതിൽ അഭിനയിക്കുന്നവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഒരുപാട് സിനിമകൾ വരട്ടെ. സക്സസ്ഫുൾ ആവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഇതിലേക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു നിർമ്മാതാവ് ഉണ്ടായിരുന്നു. നമ്മുടെ നിർമ്മാതാവ് കൊണ്ട് ആഗ്രഹമായിരുന്നു എനിക്ക് സംസാരിക്കേണ്ട പുള്ളിയുടെ നിർത്തി എല്ലാവരും നിർമ്മിക്കുന്നതാണ്. എങ്കിലും അത് പോരല്ലോ, പുള്ളി 2 വാക്ക് സംസാരിക്കാം എന്നാണ് നിങ്ങളൊരു ഉദ്ദേശിച്ചത്. നിർമ്മാതാവായ സാം കേറ്റിയെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയമായ ആശംസകൾ ചെയ്യുന്നു. മുമ്പ് ഓർപ്പിച്ച പോലെ ഈ പടത്തിൻ്റെ പേര് പോലെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏരിയാവാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തക്കവണ്ണം എല്ലാവിധമായ ആശംസകൾ താങ്ക് യു. നമ്മുടെ ഏണി എന്ന ചിത്രം മാർക്കറ്റ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ തിയേറ്ററിൽ എത്തിക്കുന്ന വിതരണം ചെയ്യുന്നു ശോഭൻ പുതുപ്പള്ളിയാണ്. അദ്ദേഹത്തെയും ക്ഷണിക്കുകയാണ്. 2 വാക്ക് സംസാരിക്കുന്നത്. ഏണി എന്ന സിനിമ ഇന്ന് ഈ വേദിയിൽ വന്നു ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇതിൻ്റെ ഡയറക്ടർ ശ്രീ നമ്മുടെ വിഷ്ണു നെല്ലായി കഴിഞ്ഞ വർഷം പാലക്കാട്ട് വെച്ചൊരു വേദിയിൽ വെച്ച് കണ്ട ബന്ധമാണ് ഇന്ന് ഇവിടം വരെ എത്തി. അന്ന് ഞങ്ങൾ ആ സ്റ്റേജിനകത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ തന്നെ ഒരു ചർച്ച ചെയ്തു. എന്താണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ആർട്ടാന്ന് പറഞ്ഞു. അത് പടം സംവിധാനം ചെയ്തു ഉടനെ ഉണ്ടെന്ന് പറഞ്ഞു. മേനോൻ സാർ ബസ്സിനോട്ട് വർക്ക് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും അവരെ കൈപ്പിടിക്കുന്നുണ്ട് ശ്രീ വിഷ്ണു. എന്തായാലും വിഷ്ണു ഈ സിനിമ ഒരു കൂട്ടായ്മയിൽ കൂടി ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം എനിക്ക് തോന്നി.
അതിന്റെ കാരണം അദ്ദേഹം ഒരുപാട് പ്രൊഡ്യൂസർമാരെ തരുന്നായിരുന്നു. എന്നോട് പലവട്ടവും ഫോണിൽ കൂടെ വിളിച്ച് ഞങ്ങൾ പിന്നെ ഇന്നാണ് ഞങ്ങളൊക്കെ കാണുന്നത്. കാര്യം ഫോണിൽ വിളിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ്, എന്താണ്, നമുക്കൊരു പ്രൊഡ്യൂസറിനെ കിട്ടുമോ? അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം, ആലോചിക്കാമെന്നോ. പിന്നെ മാറിപ്പോയി, ഒന്നും നടന്നില്ല. പക്ഷേ ഇന്നത് സാഫല്യമായതിൽ, ഈ വേദിയിൽ ഇതിന്റെ പൂജയും എല്ലാം മംഗളമായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നാളെ തന്നെ ഷൂട്ടിംഗ് തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രാധാന്യം. പിന്നെ ശങ്കരേട്ടനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, അതൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ ഈ പടം മുന്നോട്ട് പോകും. ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കൂട്ടായ്മയാണ്. ഇതിന്റെ PROമാരെല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ ഈ പടത്തിന് നല്ലൊരു പബ്ലിസിറ്റി കിട്ടും. അതാണ് നമുക്ക് ആവശ്യം. നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ആത്മാർത്ഥമാണ് സഹകരിച്ചാൽ ഈ പടത്തിന് നല്ല രീതിയിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഒരു വിവരണങ്ങൾ കൊടുത്ത് ഇന്ന് തന്നെ കൊടുത്താൽ ഈ പടത്തിന് നല്ലൊരു വ്യൂവേഴ്സ് ഈ പടം റിലീസ് ആകുമ്പോൾ കിട്ടും. അത് ഉറപ്പാണ്. അപ്പൊ തിയേറ്ററിൽ എനിക്കും ഒരു സന്തോഷം കിട്ടും. തിയേറ്ററിന്റെ മുതലാളിമാർ ആദ്യമേ ചോദിക്കുന്നത്, നമ്മൾ പടം ചാർട്ട് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നത് കഥ നല്ലതാണ്, കഥ എങ്ങനെയുണ്ട്, ഇത് ഓടുമോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഐസ്ക്രീമും ഞങ്ങളുടെ പപ്സും ഇവിടെ നിന്ന് ചീത്തയാവും. അവർ ചോദിക്കുന്ന വാക്കുകളിൽ തെറ്റില്ല. കാര്യം കറണ്ട് ചാർജും അന്നത്തെ അവർ സ്റ്റാഫിന്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ പടം ഓടിയില്ലെങ്കിൽ അടുത്തൊരു പടം നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ തിയേറ്റർ നമുക്ക് കിട്ടതേ ഇല്ല. അപ്പോൾ ഏണിയെ സംബന്ധിച്ച് പറയാണെങ്കിൽ നല്ലൊരു സ്ക്രിപ്റ്റാണ്. അത് ശ്രീ വിഷ്ണു നന്നായിട്ട് അത് മേക്കപ്പ് ചെയ്യും. നല്ല രീതിയിൽ ആ പടം അദ്ദേഹം ഒരുക്കുമെന്ന് എനിക്ക് വിശ്വാസം. അതിന്റെ കൂടെ നിൽക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും, അണിയറയിലും അതിന്റെ അരങ്ങത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ചിത്രത്തിന്റെ സംഘടന ചെയ്യുന്ന ഫൈറ്റ് മാസ്റ്റർ എഴുതിയിരിക്കൊണ്ട് ദയവായി ഇതിലേക്ക് കടന്നു വരണം. ശ്രീ രാജേഷ്. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് AD എന്ന ചിത്രത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞത്. അതിന് ഞാൻ ഡയറക്ടർ വിഷ്ണു സാറിന് നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ ചിത്രം വലിയ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. രാജേഷ് നടൻ കൂടിയാണ് കേട്ടോ. അത് ഭയങ്കരമായ ഫൈറ്റ് ചെയ്യുന്നത് മാത്രമല്ല, നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മുടെ മുമ്പിൽ ഇനി സംസാരിക്കാനുള്ളത് നിരവധി ചിത്രങ്ങളിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള DOP ചെയ്ത് പാരമ്പര്യമുള്ള ജോയി ആന്റണി സാറാണ്. ചെന്നൈയിൽ നിന്നെത്തി മലയാളത്തിൽ ഇപ്പം സജീവമായി നിൽക്കുന്നു. 90 കാലഘട്ടം മുതൽ മലയാള സിനിമയിലുള്ള അദ്ദേഹം ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. DOP എന്ന രീതിയിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഏണി എന്ന ചിത്രം കാണാൻ തന്നെ ചെയ്ത ഡയറക്ടർക്കും പ്രൊഡ്യൂസേഴ്സും എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും നന്ദി. നമസ്കാരം. താങ്ക് യു. ഏണി എന്ന ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ ശശി മണിയത്തിനെ രണ്ടുപേർ സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശശി മണിയത്ത്. പ്രിയപ്പെട്ട വിഷ്ണു സാറിൻ്റെ ആദ്യ സിനിമയായ ഏണിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അദ്ദേഹം മലയാള സിനിമയിൽ 25 വർഷത്തോളമായി ആർട്ടിൻ്റെ ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. ഒരു 40ഓളം സിനിമകളിൽ ആർട്ട് ഡയറക്ടറായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് തന്നെ എനിക്ക് അദ്ദേഹത്തെ ഒരു 2 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം എന്നെ ദിവസവും വിളിച്ച് നമ്മുടെ പടത്തിൻ്റെ കാര്യം എന്തായി എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ പടത്തിൻ്റെ കാര്യം എന്തായി, എത്രത്തോളമായി. ആക്ച്വലി ഞാനാണ് അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കേണ്ടതെങ്കിലും എന്നെ ദിവസവും രാവിലെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജും ഒക്കെ തന്നെ സിനിമയുടെ കാര്യം. അതിനിടയ്ക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഒക്കെ വന്നിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ആർട്ട് ഡയറക്ടറായിട്ട് ചില സിനിമകളിലേക്ക് അദ്ദേഹത്തെ വിളിച്ചപ്പോഴും ഒക്കെ ആ സമയങ്ങളൊക്കെ മാറ്റിവെക്കുകയായിരുന്നു. എല്ലാം ഈ ഏണി എന്ന പടത്തിന് വേണ്ടിയിട്ടായിരുന്നു. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും എന്നോട് ഇടയ്ക്ക് പറയുമായിരുന്നു, ഞാനിപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു തുക കിട്ടും, പക്ഷേ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല, എനിക്കൊരു പടം ഡയറക്റ്റ് ചെയ്തേ പറ്റുള്ളൂ, അതുകൊണ്ട് ഒന്നുമില്ലെങ്കിലും ഞാൻ ഇതിൻ്റെ പുറകെ തന്നെയുണ്ട്, എന്നോടൊപ്പം നിൽക്കണം. തീർച്ചയായും ഈ ഏണി ഉയരങ്ങളിൽ എത്തുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കണം. എങ്കിൽ മാത്രമേ ഇതൊരു വൻ വിജയമാവുകയുള്ളൂ. ഒപ്പം ജഗദീശ്വരൻ്റെ കടാക്ഷവും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ആശംസിക്കാം.
വളരെ നന്ദി. മറ്റൊരു എക്സിക്യൂട്ടീവ് പോലീസുകായ ബ്രഹ്മചാറുമായി സംസാരിക്കാൻ അതേപോലെ കഥാപാത്രം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രമിത മഞ്ചേരി. നമ്മുടെ ഏണി എന്ന മൂവിലേക്ക് ഞാൻ ആദ്യം ആശംസ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി കടപ്പാടും അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. നമ്മുടെ ഏണി എന്ന ചിത്രത്തിലൂടെ പരിചയപ്പെടുത്തുന്ന 5 പുതുമുഖ നായകന്മാരുണ്ട്, പുതുമുഖ താരങ്ങളുണ്ട്, നായികയുണ്ട്. അപ്പോൾ അവരെ വേദിയിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അക്ഷയ് ശിവ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹരികൃഷ്ണൻ, ബഷീർ, സായി, വൈശാഖ്, നായിക സ്വർഗ സുരേഷ്, മലയാള സിനിമയിലേക്ക് താരങ്ങൾ. എൻ്റെ പേര് സായി. എന്നെ അവസാന നിമിഷത്തിലാണ് ഇവിടെ വിളിച്ചത്. കഴിഞ്ഞ പടം പാക്കപ്പായി. അപ്പോൾ നേരെ എൻ്റെ വീട് മഞ്ചേരിയാണ്. അപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രഷീദ്, സ്ഥലം മഞ്ചേരി. ഞാൻ വിഷ്ണുവും അതെ മകനാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് എത്തിയതുള്ളൂ. ക്ലാക്ല വീക്കിൽ നസ്രിയ തിരിഞ്ഞ് നോക്കിയാണ് സിനിമ ബാക്കപ്പ് ചെയ്തിട്ട് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഏണി എന്ന സിനിമയ്ക്ക് എല്ലാവിധ വിജയാശംസകളും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാകട്ടെ എന്ന് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വൈശാഖ്. ഞാൻ എൻ്റെ അച്ഛനാണ് ചെയ്യുന്നത്. അപ്പം അതിലൊരു ചെറിയ വേഷം ചെയ്യാൻ പറ്റിയെങ്കിൽ അഭിമാനം കൊണ്ട്. നമസ്കാരം. എൻ്റെ പേര് ഹരികൃഷ്ണൻ. ഞാൻ പാലക്കാട് പാലക്കോട് നിന്നാണ് എൻ്റെ സ്വദേശം. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ പൂക്കയുടെ കൂടെയൊക്കെ സൈലൻസ് എന്നാണ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കുറേ അധികം ഷോർട്ട് ഫിലിം, ടെലിഫിലിമൊക്കെ അഭിനയിച്ചു. പക്ഷെ റീസെൻ്റ് ആയിട്ട് ഞാൻ സിനിമാ ഫീൽഡിലേക്ക് വന്നിട്ടില്ല. കേരള സ്കൂൾ കലോത്സവത്തിലൊക്കെ സ്ഥിരമായിട്ട് മോണാക്ട്, ചാക്യാർകൂത്ത്, ഇംഗ്ലീഷ് സ്കിറ്റ് ഇതിനൊക്കെ ഫസ്റ്റ് ഗ്രേഡ് വാങ്ങാറുണ്ട് സ്റ്റേജിൽ. 2-3 വർഷമായിട്ട് ഇത് തന്നെയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് എനിക്കൊന്ന് ഫ്രീ ആയിട്ട് ഒരു മൂവി ചെയ്യാൻ ഇറങ്ങുന്നത്. അത് വിഷ്ണുങ്ങളുള്ളതുകൊണ്ടാണ്. വിഷ്ണുങ്ങൾ അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു സിനിമ അവിടെ ചെയ്തിട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം എൻ്റെ പാഷനും എല്ലാം ഇത് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ സിനിമയാണ്. നമ്മളെല്ലാവരും ഒന്നിച്ച് ഇത് വിജയിപ്പിക്കണം. എല്ലാവരും ഒറ്റക്കെട്ടിട്ട്. എൻ്റെ പേര് സ്വർഗ സുരേഷ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതേപോലൊരു സീനിലൊക്കെ വരുന്നത്. ഇതിന് മുന്നേ എനിക്ക് ചെയ്ത് കഴിഞ്ഞ് പറ്റുന്നുണ്ട്. ഈ ഏണി എന്ന സിനിമയ്ക്ക് എല്ലാവിധ ഭാവവും നേരിടുന്നു. സൈനികരായ എല്ലാവർക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ